ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, നിങ്ങളൊരു വ്യക്തിയെ മനസ്സിൽ വിചാരിക്കുക. ആ ഒരു വ്യക്തി ഇപ്പോൾ സന്തോഷത്തിലാണോ ഉള്ളത്? അവർക്കൊരു സന്തോഷം ഉള്ള അനുഭവത്തിലൂടെയാണോ അവർ കടന്നു പോകുന്നത്? അവർക്ക് സമാധാനം ഉണ്ടോ? ഒരു സന്തോഷത്തിലാണോ? ഈ ഒരു കാര്യമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത്, ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, എനർജീസ്, സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്ക്. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. ഈ ഒരു സ്പ്രെഡിൽ മാസ്റ്റർ കാർഡ് നമുക്ക് വന്നിട്ടുള്ളത് ഏസ് ഓഫ് വാൻഡ്സ് ആണ്. അപ്പോൾ ഇവിടെ ഇവരുടെ മനസ്സിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വളരെയധികം ഒരു വിഷമം അല്ലെങ്കിൽ ഒരു സമാധാനമില്ലാത്ത അവസ്ഥ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പൂർണ്ണമായിട്ടും ഒരു സന്തോഷമില്ല എന്ന് പറയാനായിട്ട് പറ്റില്ല. എന്നാൽ ഒരു ചെറിയ സന്തോഷത്തിന് കുറവ്, ആ ഒരു രീതിയിലുള്ള ഒരു അനുഭവം ഇവർക്കുണ്ട്. പുറത്ത് എല്ലാം ശരിയാണ്, നല്ല രീതിയിലാണ്, സന്തോഷത്തോടെയാണ് പോകുന്നത് എന്നൊക്കെ തോന്നിച്ചാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഒറ്റപ്പെടൽ അല്ലെങ്കിൽ ഇമോഷണൽ ലാക്ക് ഇവർക്കുണ്ടാകുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് പൂർണ്ണമായും ഒരു സന്തോഷത്തെ അല്ല സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ പൂർണ്ണമായും സന്തോഷത്തിലാണ് എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കില്ല. പക്ഷെ ഇപ്പോൾ അവരുടെ മനസ്സിൽ അവര് ബന്ധങ്ങൾക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നുള്ളതാണ്. അവർ ഒരാളുമായിട്ട് ഇമോഷണൽ കണക്ഷൻ ആഗ്രഹിക്കുന്ന ഒരവസ്ഥയിലാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. സന്തോഷം എന്നത് അവർക്കിപ്പോൾ ഈ ഒരു ബന്ധത്തിലൂടെ കിട്ടണം, ആ ഒരു റിലേഷൻഷിപ്പിലൂടെ കിട്ടണം എന്ന ആഗ്രഹം വളരെയധികം അവർക്ക് ശക്തമായിട്ട് ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ ഇവരിപ്പോൾ പൂർണ്ണമായും ഒരു സന്തോഷത്തിലാണോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ചിരിക്കുന്ന ആ ഒരു വ്യക്തി ഇപ്പോൾ പൂർണ്ണമായിട്ടും ഒരു സന്തോഷത്തിലല്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. പല സമയങ്ങളിലും അവർ ഒറ്റപ്പെട്ടതുപോലെ തോന്നുന്നുണ്ട്. പക്ഷെ പുറത്തുനിന്ന് നോക്കുമ്പോൾ, പുറമേ നിന്ന് നോക്കുന്നവർക്ക് അവർ വളരെ ഹാപ്പിയാണ് എന്ന് തോന്നിക്കുന്ന ഒരു ഔട്ട്ഫിറ്റാണ് അവർ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സന്തോഷം അവർ കണ്ടെത്താനായിട്ട് ഇപ്പോൾ ശ്രമിക്കുന്നത് റിലേഷൻഷിപ്പിൽ നിന്നാണ് എന്നുള്ളത് മനസ്സിലാകുന്നുണ്ട്. പിന്നെ അവരുടെ ഒരു ഹിഡൻ ആയിട്ടുള്ള, അവർ മറച്ചു വെച്ചിരിക്കുന്ന ഇമോഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അവർ സ്വന്തം ഫീലിങ്സിൽ ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഒരവസ്ഥയാണ്. ആ ഒരവസ്ഥയാണ് നമുക്കിവിടെ കാണുന്നത്. കൺഫ്യൂസ്ഡ്. ദ മൂൺ കാർഡ് നമുക്കതാണ് കൺഫ്യൂഷനാണ് തരുന്നത്. എന്താണ് എൻ്റെ ശരിയായ സന്തോഷം എന്ന കാര്യത്തിൽ പോലും അവർക്കൊരു ക്ലാരിറ്റി ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അവർ പൂർണ്ണമായ സന്തോഷത്തിലാണോ അല്ലെങ്കിൽ അവർ സന്തോഷത്തിൻ്റെ അവസ്ഥയിലൂടെയാണോ കടന്നു പോകുന്നതെന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. കാരണം അവർക്ക് എന്താണ് ശരിക്കും അവർക്ക് വേണ്ടത്, അവർക്ക് എന്ത് കിട്ടിയാലാണ് അവർക്ക് സന്തോഷം എന്ന് അവർക്ക് പോലും ഒരു ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. വളരെയധികം കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജാണ്. ഒത്തിരി ഇൻസെക്യൂരിറ്റീസും ഡൗട്ട്സും ഒക്കെ അവരെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ഇനി നമുക്ക് നൈറ്റ് ഓഫ് കപ്സിന്റെ ഒരു എനർജിയിലേക്ക് വരുമ്പോൾ അവരുടെ ഹൃദയം ഇപ്പോഴും ഒരു പ്രതീക്ഷയോടെ, എന്തോ ഒരു കാര്യത്തിന് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു എന്ന് കാണുന്നുണ്ട്. ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ഫുൾഫിൽമെന്റ് ആകാം, അല്ലെങ്കിൽ ഇമോഷണലി ഒരു ഫുൾഫിൽമെന്റ് ആകാം. എന്തോ ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടി അവർ ആഗ്രഹിക്കുന്നു. ആ ഒരു പൂർണ്ണത കിട്ടുന്നതോടുകൂടി തനിക്കൊരു സന്തോഷം കിട്ടും, അല്ലെങ്കിൽ അതുവഴിയാണ് അവർ സന്തോഷം അവരുടെ മനസ്സ് തേടുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ആ ഒരു ഹോപ്പ്, ആ ഒരു പ്രതീക്ഷ, ആ ഒരു പൂർണ്ണത, അതിനു വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള, വളരെ ഇമോഷണൽ ആയിട്ടുള്ള ആ ഒരു സന്തോഷം അവർക്ക് വന്നു ചേരും. അത് കിട്ടാനായിട്ട്, അല്ലെങ്കിൽ അത് കിട്ടിക്കഴിയുമ്പോൾ പൂർണ്ണമായിട്ടുള്ള ഒരു സന്തോഷം അവരിലേക്ക് എത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. പിന്നെ 10 ഓഫ് വാൻഡ്സ് ആണ്. ഇവിടെ ഒരു മെന്റൽ പ്രഷറാണ് ഈ ഒരു 10 ഓഫ് വാൻഡ്സ് കൊണ്ട് നമുക്ക് ഉദ്ദേശിക്കുന്നത്. അവർക്ക് ഇപ്പോൾ ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ മെന്റൽ ബേർഡൻസ് ഒക്കെ കൂടുതലുള്ള ഒരു സമയമാണ്. ഈ ഒരു സമ്മർദ്ദം കാരണം അവർക്ക് ശരിയായ ഒരു സന്തോഷം പൂർണ്ണമായിട്ടും അനുഭവിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് എന്നാണ് കാണുന്നത്. അപ്പോൾ ഒത്തിരി പ്രശ്നങ്ങളുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. ഉത്തരവാദിത്തങ്ങൾ, റെസ്പോൺസിബിലിറ്റീസ്, ഫാമിലിയിലുള്ള റെസ്പോൺസിബിലിറ്റീസ് ഉള്ള വ്യക്തിയായിരിക്കാം. എങ്ങനെയോ കുറേ പ്രശ്നങ്ങൾ, ഒരു മെന്റൽ ബേർഡൻസ്, ഇമോഷൻസ് ഒക്കെ ഒത്തിരി പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് മനസ്സിലാകുന്നത്. ആ ഒരു സമ്മർദ്ദങ്ങളെല്ലാം അവർക്ക് പൂർണ്ണമായിട്ട് സന്തോഷത്തിലൂടെ പോകാനുള്ള ഒരു അനുഭവം കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നെ പേജ് ഓഫ് സോർട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ ചിന്തകൾ അവരെല്ലാം ഒന്ന് ശ്രദ്ധിച്ച് നോക്കുന്ന അല്ലെങ്കിൽ നിരീക്ഷിക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഓവർ തിങ്കിങ് ഉണ്ടാവാം അവർക്ക്, പക്ഷെ സന്തോഷം ഉണ്ട്, അത് ഒരു സ്ഥിരമല്ല.
മനസ്സ് ഒന്ന് റെസ്റ്റ് ചെയ്യുന്നില്ല. അവർ ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് ആ ഒരു സന്തോഷത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാനായിട്ട് പറ്റുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് സന്തോഷങ്ങൾ, അപ്പം പൂർണ്ണമായിട്ട് ഇവർ സന്തോഷിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, എങ്കിലും അവർക്ക് സന്തോഷം ഉണ്ട് എന്നുള്ളതും മനസ്സിലാകുന്നുണ്ട്. പിന്നെ 4 of Cups ആണ് നമുക്ക് വന്നിരിക്കുന്നത്. അവർക്ക് കിട്ടുന്ന ആ ഒരു ചെറിയ ചെറിയ സന്തോഷങ്ങൾ, ഇമോഷണൽ കാര്യങ്ങളൊക്കെ ഇവർക്ക് സന്തോഷങ്ങൾ കൊടുക്കുന്നുണ്ട്. എങ്കിൽ പോലും അവർ പലപ്പോഴും അതൊന്നും ശ്രദ്ധിക്കാതെ പോകുന്നു എന്നുള്ളതാണ്. ഒരു ഡിസ്സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഒരു ബോർ ഫീലിംഗ് ഇവരുടെ ഭാഗത്തുനിന്ന് വരികയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അത് അവരുടെ റെസ്പോൺസിബിലിറ്റീസ് കൊണ്ടോ അല്ലെങ്കിൽ സമ്മർദ്ദം കൊണ്ടോ ഓവർ തിങ്കിങ് കൊണ്ടോ ഒക്കെ അവർക്ക് അവരുടെ മുന്നിലേക്ക് വരുന്ന ആ സന്തോഷങ്ങൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനായിട്ട് പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് അവർ പോകുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. എപ്പോഴും ഒരു ബോർ ഫീലിംഗ് അവർക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഒരു ചെറിയ ചെറിയ സന്തോഷങ്ങൾ ഒന്നും അവർ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ അത് എൻജോയ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റുന്നുമില്ല. പിന്നെ നമുക്ക് ഹെർമിറ്റ് കാർഡ് ഉണ്ട്. അവരിപ്പോൾ ശരിക്കും ഒരു യഥാർത്ഥ സന്തോഷം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് അവരുടെ ഉള്ളിലേക്ക് തന്നെ തിരയുന്ന ഒരു സ്റ്റേജ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതായത് സെൽഫ് റിഫ്ലക്ഷൻ എന്ന് പറയും. അവരെ തന്നെ അന്വേഷിച്ച് കണ്ടെത്തുക, അല്ലെങ്കിൽ അവർക്ക് എന്താണ് സന്തോഷം നൽകുന്നത്, ആ ഒരു കാര്യം അന്വേഷിച്ച് കണ്ടെത്തേണ്ടുന്ന ഒരു അവസ്ഥയിലൂടെ അവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരത് കണ്ടെത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് ഹെർമിറ്റ് കാർഡിൽ നിന്ന്. അപ്പം 3 of Cups എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു പേഴ്സൺ സോഷ്യൽ എനർജി നോക്കുകയാണെങ്കിൽ പുറത്ത് നോക്കുമ്പോൾ അവർ ഫ്രണ്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ സോഷ്യൽ മൊമെന്റ്സ് ഒക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്, പാർട്ടീസിനൊക്കെ പോകുന്നുണ്ട്, സെലിബ്രേഷൻസ് നടത്തുന്നുണ്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നടത്തുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് അവർ വളരെയധികം ഈ ഒരു സോഷ്യൽ എനർജി നോക്കുമ്പോഴത്തേക്കും വളരെ ഹാപ്പി ആയിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. പക്ഷെ ഒരു ഇന്നർ എനർജിയിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്കിവിടെ 8 of Swords ആണ്. അവരുടെ സ്വന്തം ചിന്തകൾ കൊണ്ട് അവരതിനകത്ത് ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്നതായിട്ട് കാണുന്നത്. ഇത് സന്തോഷത്തെ തടയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമുക്കിവിടെ മനസ്സിലാകുന്നത് അവരുടെ ഓവർ തിങ്കിങ് അല്ലെങ്കിൽ നെഗറ്റീവ് തിങ്കിങ്. ഈ 2 കാര്യങ്ങളാണ്. അതായത് അവരുടെ ചിന്തകളിലാണ് അവർ കുടുങ്ങിക്കിടക്കുന്നത്. ആ ഒരു സന്തോഷം അവരിലേക്ക് ഫ്ലോ ചെയ്യാനായിട്ട് വരുന്ന ആ ഒരു സന്തോഷം തടഞ്ഞു നിർത്തുന്നത്, ബ്ലോക്ക് ചെയ്യുന്നത് ഈ ഒരു 8 of Swords കാർഡാണ്. അത് ഒരു ഇന്നർ ട്രാപ്പാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം. പിന്നെ King of Pentacles ആണ്. ജീവിതത്തിലെ ഒരു പ്രാക്ടിക്കൽ വശങ്ങളിൽ അവർ വളരെയധികം സ്റ്റേബിൾ ആണ്. സാമ്പത്തികമായ കാര്യങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ കരിയർ കാര്യങ്ങളായിക്കോട്ടെ, ഈ ഒരു കാര്യങ്ങളിലെല്ലാം അല്ലെ ഫാമിലി നോക്കുന്ന ഉത്തരവാദിത്തങ്ങൾ, റെസ്പോൺസിബിലിറ്റീസ് ഇതെല്ലാം ഉണ്ട്. ഈ ഒരു കാര്യങ്ങളെല്ലാം അവർ വളരെ കോൺഫിഡൻസോടുകൂടി അവർ മുന്നോട്ട് പോകുന്നുണ്ട്. അത് അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്നത്. ഇത്തരത്തിലുള്ള സംതൃപ്തി അവർക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു കാര്യത്തിലെല്ലാം അവർ വളരെ സ്റ്റേബിൾ ആണ്. അത് അവർ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പിന്നെ ടെമ്പറൻസ് കാർഡ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അവർ ഈ ഒരു ഞാൻ പറഞ്ഞല്ലോ പ്രാക്ടിക്കലായ കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അതെല്ലാം ചെയ്യുന്നതോടൊപ്പം തന്നെ അവരുടെ സന്തോഷത്തിനും കണ്ടെത്താനായിട്ട് അവർ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു അവരുടെ ഒരു ഡെയിലി ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരുടെ റെസ്പോൺസിബിലിറ്റീസ്, ഈ മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം അവർ നല്ല രീതിയിൽ ഒരു ഭാഗത്ത് ചെയ്യുമ്പോൾ തന്നെ മറുഭാഗത്ത് അവരുടെ ഒരു സന്തോഷവും കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അവരിത് ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നു. അതിനു വേണ്ടിയിട്ട് അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിനു വേണ്ടിയിട്ട് ഒരു ഇമോഷണൽ ഹീലിംഗ് നടത്തുന്നു. ഇത് ഫ്യൂച്ചറിൽ അവർക്ക് വളരെയധികം സന്തോഷം കൊടുക്കും എന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ വരുന്നത് Ace of Wands ആണ്. അതായത് അടുത്ത നിയർ ഫ്യൂച്ചറിൽ എന്ത് എനർജിയാണ് അവരിലേക്ക് വരുന്നത് എന്ന് നോക്കി കഴിഞ്ഞാൽ പുതിയൊരു സ്പാർക്ക് അല്ലെങ്കിൽ ഒരു എക്സൈറ്റ്മെന്റ് വരാനിരിക്കുകയാണ്. ഇത് നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞ പോലെ തന്നെ അവർ ഈ ഒരു ബാലൻസ് കണ്ടെത്തുന്നതോടുകൂടി, അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ വളരെ സന്തോഷം കണ്ടെത്തി അവർ അങ്ങനെ ആ ഒരു ബാലൻസ് അവരുടെ ലൈഫിലേക്ക് വന്നു. ആ ഒരു ഇമോഷണൽ ഹീലിംഗ് നടന്നു കഴിയുമ്പോൾ തന്നെ അവർക്ക് ഒരു സ്പാർക്ക് ഉണ്ടാവും. ഇതൊരു ജെന്യൂൻ ഹാപ്പിനെസ് ആരംഭിക്കുന്ന എനർജി തന്നെയാണ് Ace of Wands എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും എങ്ങനെ നോക്കിയാലും ഈ ഒരു പേഴ്സണ് വളരെയധികം സന്തോഷിക്കാനായിട്ട് ഇടവരുത്തുന്ന അല്ലെങ്കിൽ ഇടവരുന്ന കാര്യങ്ങളാണ് ഇനി ഫ്യൂച്ചറിലേക്ക് നടക്കാനായിട്ട് പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഫൈനൽ ഓവറോൾ എനർജി പറയുകയാണെങ്കിൽ അവർ പുറത്ത് കാണിക്കുന്നത് പോലെ പൂർണ്ണമായും ഒരു സന്തോഷത്തിലല്ല എന്നാണ് മനസ്സിലാകുന്നത്. സോഷ്യൽ എനർജി നോക്കുമ്പോൾ അവർ സന്തോഷം അനുഭവിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ വളരെയധികം കൺഫ്യൂഷൻ ഉണ്ട്, പ്രഷർ ഉണ്ട്, ഇമോഷണൽ ഹീലിംഗ് നടക്കുന്ന ഒരു സമയമാണ്. ഇതെല്ലാം കാണുന്നുണ്ട്. എന്നാൽ ഇവിടെ ഹീലിംഗ് ഒരു സൈഡിൽ ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുന്നു. ഉടനെ തന്നെ ഒരു പുതിയ പോസിറ്റീവ് ഫേസ് തുടങ്ങാനുള്ള ഒരു സൂചന ശക്തമായിട്ട് നമുക്കിവിടെ കാണാനായിട്ടും പറ്റുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഈ ഒരു പേഴ്സൺ, നിങ്ങൾ ആരെയാണോ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് ആ ഒരു പേഴ്സൺ എത്രമാത്രം സന്തോഷത്തിലാണോ എന്നുള്ളൊരു കാര്യം നമുക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട്.
പിന്നെ അവരിപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് ഈ ഒരു ഇമോഷണൽ ഫ്രഷ് സ്റ്റാർട്ട് വേണമെന്നാണ്. ഹൃദയം നിറയുന്ന ഒരു പുതിയ അനുഭവം, ഒരു സ്നേഹം, സമാധാനം, അല്ലെങ്കിൽ ഒരു ഹാർട്ട് ഫെൽറ്റ് കണക്ഷൻ. ഇത് ഞാൻ ആദ്യത്തെ കാർഡിൽ പറഞ്ഞിരുന്നു. ഇവിടെ ഒരു റിലേഷൻഷിപ്പ് അവർ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ പാസ്റ്റിൽ ഇവരുടെ കയ്യിൽ നിന്ന് പോയിട്ടുള്ള റിലേഷൻഷിപ്പ് ആകാം, അല്ലെങ്കിൽ ഒരു വൺ സൈഡഡ് ലവ് ആയിട്ട് നിന്നിട്ടുള്ള റിലേഷൻഷിപ്പ് ആകാം. എന്താണെങ്കിലും പാസ്റ്റിൽ ഇവരുമായിട്ട് നല്ല കണക്ഷനുള്ള ഒരു റിലേഷൻഷിപ്പാണ്. അത് വീണ്ടും ചിലപ്പോൾ സെപ്പറേഷനിൽ പോയിട്ടുള്ളവരാകും, നോ കോണ്ടാക്റ്റിൽ പോയിട്ടുള്ളവരാകാം. എങ്ങനെയാണെങ്കിലും ആ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും അവരിലേക്ക് വരണം. ആ ഒരു റിലേഷൻഷിപ്പ് വന്നു കഴിഞ്ഞാൽ താൻ വളരെയധികം സ്നേഹവും സമാധാനവും സന്തോഷവും എല്ലാം അനുഭവിക്കും. ഒരു ഫുൾഫിൽമെന്റ് തനിക്ക് ഉണ്ടാവും എന്ന് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുകയാണ്. അപ്പൊ എനിക്ക് സന്തോഷം വേണം എന്ന വളരെ വ്യക്തമായ ഒരു ആഗ്രഹം ഇവർക്കുണ്ട്. അവര് ഒരു പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഇമോഷണൽ കംഫോർട്ട് ഈ ഒരു സമയത്ത് അന്വേഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ഇമോഷണൽ ആ ഒരു സന്തോഷം അവരിലേക്ക് വരുമ്പോൾ അത് സ്ഥിരമായിട്ട് നിൽക്കാനായിട്ടും അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതോടുകൂടി തന്നെ ഒരു സെക്യൂർ പ്രോഗ്രസ് ഉണ്ടാകണം, ജീവിതം ഒന്ന് സെറ്റിൽ ആകണം എന്നൊരു മനോഭാവവും ഇവർക്കുള്ളതായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ ഒരു മനസ്സമാധാനം നൽകുന്ന ഒരു ബന്ധം, അത് തന്നെയാണ് വീണ്ടും വീണ്ടും നമുക്ക് കിട്ടുന്നത്. അവർക്ക് അവരെ ആരെങ്കിലും ഒന്ന് ജെന്യുവിനായിട്ട് മനസ്സിലാക്കണം എന്നൊരു വലിയ ആഗ്രഹം. അവർ കാത്തിരിക്കുകയാണ്, ശരിയായിട്ടുള്ള ഒരു സമയത്തിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇട്ട് അവർ കാത്തിരിക്കുകയാണ്. എഫേർട്ട് വെച്ചതിൻ്റെ ഒരു ഫലം അവർക്ക് കിട്ടും, ആ ഒരു സക്സസ് അവരിലേക്ക് വരും എന്ന് കരുതി അവർ കാത്തിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ അവരുടെ തീരുമാനത്തിൽ അവർ സ്റ്റക്കായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്ത് തിരഞ്ഞെടുക്കണം എന്നൊരു ക്ലാരിറ്റി ഈ ഒരു സമയത്ത്, ആ ഒരു ക്ലാരിറ്റി അല്ലെങ്കിൽ ആ ഒരു ബാലൻസ് നേടാനായിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എനർജീസാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു ബാലൻസ് അവരിലേക്ക് വരും. അപ്പോൾ അതോടൊപ്പം തന്നെ ഒരു അപ്രീസിയേഷനൊക്കെ ഈ ഒരു സമയത്ത് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുകയാണ്. ഒരു വഴക്കും കാര്യങ്ങളും ഒന്നും ഉണ്ടാകാതെ വളരെ പീസായിട്ട് തന്നെ ഒരു റീസ്റ്റാർട്ട്, ഇപ്പോൾ സെപ്പറേഷൻ നിൽക്കുന്നവരാണെങ്കിൽ ഒരു റീസ്റ്റാർട്ട് ഉണ്ടാകണമെന്നും ആ ഒരു മെൻ്റൽ സ്ട്രഗിളൊക്കെ തീരണമെന്നും ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ ഒരു കെയറിങ് എൻവയോൺമെൻറ്റ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാക്കിയെടുക്കണം എന്നവർ ആഗ്രഹിക്കുന്നു. സ്വന്തമായിട്ട് ഒന്നുകൂടി പേഴ്സണൽ ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാകണം, സ്കില്ലൊക്കെ ഒന്നുകൂടി ഡെവലപ്പ് ചെയ്യണം, വർക്കൊക്കെ ഡെവലപ്പ് ചെയ്യണം, അതുവരെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കിയെടുക്കണം എന്നൊക്കെ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നതായിട്ടുള്ള എനർജീസ് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റ് സെക്ഷനിലുള്ള ഹൈപ്പും കൂടി ഒന്ന് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.